അഗ്നിസാക്ഷി ഭാഗം 9. യശോദ അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴേക്കും പാർവതി ചായക്കുള്ള വെള്ളം പിടിച്ചിരുന്നു. ഒപ്പം പഴംപൊരി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. നീ ഇതെന്താ ഉണ്ടാക്കുന്നത്? യശോദ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. പഴംപൊരിയാണ്, ചായക്ക് കഴിക്കാൻ ഒന്നുമില്ലല്ലോ, കണ്ണേട്ടന് ഇപ്പോൾ എത്തില്ലേ? അവൾ പറഞ്ഞു. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ അവിടേക്ക് വന്നു. ചെറിയമ്മേ, പഴംപൊരി ഉണ്ടാക്കിയോ? അവൻ ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ഇപ്പോൾ ഉണ്ടാക്കി തരാട്ടോ, അവൾ പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ തലയാട്ടി. യശോദ അമ്പരപ്പോടെ ഇരുവരെയും നോക്കി. പിന്നെ പുറത്തേക്ക് നടന്നു. വണ്ടി നിർത്തിയതും കാശിനാഥൻ സന്തോഷത്തോടെ ഇറങ്ങി. കയ്യിൽ കളിപ്പാട്ടങ്ങളും ഉണ്ണിക്കുട്ടന് ഇഷ്ടപ്പെട്ട മൈസൂർ പാക്കും ഉണ്ടായിരുന്നു. വരാന്തയിൽ കയറിയതും അകത്തേക്ക് നോക്കി സന്തോഷത്തോടെ ഉണ്ണിക്കുട്ടാ എന്ന് വിളിച്ചതും ഉണ്ണിക്കുട്ടൻ സന്തോഷത്തോടെ ഓടി വന്നു. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്നതും കാശി അവനെ എടുത്ത് വട്ടം കറക്കി കവളിൽ ഉമ്മ വെച്ചു. അച്ഛമ്മോൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. അതും പറഞ്ഞ് അവൻ കവർ ഉണ്ണിക്കുട്ടന് നൽകി. അവൻ താഴെ ഇറങ്ങി അത് വാങ്ങി നോക്കി. അവന് ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങളും സ്വീറ്റ്സും കണ്ട് അവന് കണ്ണുകൾ വിടർന്നു. താങ്ക് യു അച്ഛാ. അമ്മേ, ചെറിയമ്മേ, അച്ഛമ്മേ, ഈ വന്നേ, അച്ഛനിക്ക് എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ, അവൻ ഉറക്കി വിളിച്ചു പറഞ്ഞു. അപ്പോൾ രോഹിണി പുറത്തേക്ക് വന്നു. അവരെ കണ്ടതും അവനൊന്ന് ഞെട്ടി. അമ്മായി എപ്പോൾ വന്നു? ഞങ്ങൾ സന്ധ്യക്ക് വന്നു. അമ്മാവൻ ഉണ്ട്, കുളിച്ച് പൂജാമുറിയിൽ കയറിയിരിക്കാണ്. വിളിക്കണോ? വേണ്ട, ഇനി സമയമുണ്ടല്ലോ, ഞാൻ വേഗം ഒന്ന് കുളിക്കട്ടെ. അതും പറഞ്ഞ് അവൻ വേഗം അകത്തേക്ക് കൂടി. ഇത് കണ്ട് രോഹിണി പുഞ്ചിരിച്ചു. കുളി കഴിഞ്ഞ് വേഷം മാറിയിട്ടും കാശി മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അത് കണ്ട് അമ്പരപ്പോടെ പാർവതി എവിടേക്ക് വന്നു. അല്ല, നിങ്ങളെന്താ വാലിൽ തീ പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. വാലിൽ തീ പിടിച്ചെന്നിട്ട് മറ്റവനാടി. അത് കേട്ടതും അവൾ ചിരിയടക്കി. ആഹാ, ഫസ്റ്റ് എൻ്റെ മറ്റവൻ നിങ്ങളല്ലേ? ഓ, മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാതെ ഇറങ്ങിപ്പോടി, അവൻ ദേഷ്യത്തോടെ ചിരി. ഞാൻ പൊക്കോളാം. അല്ല, ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? എനിക്ക് വിശക്കുമ്പോൾ വന്ന് കഴിച്ചോളാം, നീ ഒന്ന് പോയേ. മനസ്സിലായി, അമ്മാവൻ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന പിടിച്ചിട്ടല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അമ്മാവൻ തന്നെ നിങ്ങളോട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞത്, അതുകൊണ്ട് പേടി കൂടാതെ വന്നു. ഇല്ലേ, അമ്മാവൻ ഇങ്ങോട്ട് വരും. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് നടന്നു. അവനൊന്ന് ആലോചിച്ചു. വിളിച്ചിട്ട് തന്നില്ലെങ്കിൽ അമ്മാവൻ്റെ ഒക്കെ ഇവിടെ വന്ന ശകാരമാക്കും. പോലീസാണെന്നൊന്നും അമ്മാവൻ നോക്കില്ല. ഏതായാലും ചെന്നേക്ക്. അവൻ മടിച്ച് ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവൻ കൈയൊഴുക്കി അവരുടെ അരികിലേക്ക് ചെന്നു. അമ്മാവനെ കണ്ടതും അവൻ വലിച്ചൊരു ചിരിച്ചു. നീ എന്താ ഇത്ര താമസിച്ചത്? അമ്മാവൻ ഗൗരവത്തോട് ചോദിച്ചു. അതാ അമ്മാവ, എനിക്ക് കമ്മീഷൻ ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതാ വൈകിയത്. എനിക്കും ജിതനും ഇങ്ങോട്ടേക്ക് സ്ഥലം മാറ്റമായി, അവൻ പറഞ്ഞു. അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി. നല്ല കാര്യം തന്നെ, ഏതായാലും ഭക്ഷണം കഴിക്കുക. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ സോമശേഖരൻ വക്കീൽ വിളിച്ചിരുന്നു നിന്നെ? സഹദേവൻ്റെ ചോദ്യം കേട്ട് ഒരു നിമിഷം അവൻ നിന്നു. ഇല്ല. എന്നെ വിളിച്ചിരുന്നു. അടുത്ത ആഴ്ച കേസിൻ്റെ വിധി വരുമെന്നും വിധി നമുക്ക് അനുകൂലമായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ വന്നാൽ നിൻ്റെ അച്ഛൻ്റെ വസ്തുക്കളെല്ലാം നിനക്ക് കിട്ടും. എല്ലാവരും നിസ്സംഗതിയോടെ പരസ്പരം നോക്കി. എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അതെല്ലാം. മരിക്കും മുമ്പ് അച്ഛൻ ആവശ്യപ്പെട്ടതും അതൊന്നും ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നാണ്. ആ വാക്ക് എനിക്ക് പാലിക്കണം, അവൻ വാശിയോട് പറഞ്ഞു. സൂക്ഷിക്കണം, ഇതറിഞ്ഞാൽ വിഷയം വെട്ടിയിരിക്കില്ല. ആ വരും. ആ പേര് കേട്ടതും യശോദ ഒന്ന് നടുങ്ങി. ഒപ്പം വീണയും ഞെട്ടി. കാശിയുടെ മുഖം കോപത്താൽ വലിച്ചു മുറുങ്ങി. കാശി, മുൻപ് അവൻ ഇവിടെ നിന്നുണ്ടാക്കിയ കോലാഹലങ്ങൾ ഓർമ്മയുണ്ടല്ലോ? നിന്നെക്കൊണ്ട് കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് പലതവണ അവൻ എന്നെയും ഭീഷണിപ്പെടുത്തിയതാണ്. എന്തിനും മടിക്കാത്തവനാണ് അവൻ, സഹദേവൻ അല്പം ആശങ്കയോട് പറഞ്ഞു. വരട്ടെ മാവാ, അവനെ പിടിച്ച് മാളത്തിലൊളിക്കാനൊന്നും ഈ കാശിനാഥന് കിട്ടില്ല. രുക്കുവിനോർത്താണ് ഞാൻ ഇത്രയും നാൾ ക്ഷമിച്ചത്. ഇനിയും വയ്യ. അവൻ കാരണം അവൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കിയെന്നിരിക്കും. ദേഷ്യത്തോടെ അത് പറഞ്ഞ് അവൻ എഴുന്നേറ്റു. എല്ലാവരും നെടുവീർപ്പോടെ അത് നോക്കി തുടരും.